ഹായ്, മുത്തു പാണ്ടിക്കാടാണ്. നമ്മൾ സൺഡേ ആവുകൊണ്ട് ഓഫീസ് ലീവ് ആവുകൊണ്ട് നമ്മൾ ഇന്നൊരു വേറെ ബ്ലോഗുമായിട്ടാണ് വരുന്നത്. വേറെ ബ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബെൻസ് സെയിലുണ്ട്, നമ്മളെ സുഹൃത്തിന്റെ ബെൻസ് സെയിലുണ്ട്. മൂപ്പർ 2-3 ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്, നമുക്കൊന്നും ഇങ്ങനെ പോകാൻ നേരം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമ്മളെ പെങ്ങളെ വീടിന്റെ അടുത്താണ് ഈ സുഹൃത്തിന്റെ വീടും. അപ്പൊ അവിടെ പോയിട്ട് പെങ്ങളെ വീട്ടിലേക്ക് ഓൾറെഡി മക്കളൊക്കെ രാവിലെ പോയിട്ടുണ്ട്, ജ്യേഷ്ഠന്റെ മോന്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പെങ്ങളെ വീട്ടിലും പെങ്ങളെ മോൻ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വണ്ടി ഉണ്ട്. അത് സെയിലിനല്ല, അതും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബ്ലോഗുമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വിട്ടാലോ? അപ്പൊ ജ്യേഷ്ഠന്റെ മോൻ ഓൾറെഡി കാറുമായിട്ട് പോയതുകൊണ്ട് നമ്മള് അവന്റെ ഹിമാലയ എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, എന്നാ പോയാലോ? അപ്പൊ നമ്മള് പോരുന്ന വഴിയിലേ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. കരിമ്പ് അടിക്കൽ തുടങ്ങിക്കണേ. അപ്പോ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം. ഓക്കെ, നല്ല അടിപൊളി കരിമ്പ് ജ്യൂസാണ്. ഇതിന്റെ കറക്റ്റ് കരിമ്പ് ജ്യൂസിന്റെ ലൊക്കേഷൻ തെളിഞ്ഞില്ല. നമ്മളെ പെരിന്തൽമണ്ണ റോട്ടിൽ ഒറോമ്പുറത്ത് വില്ലേജ് ബഡിന്റെ അടുത്തായിട്ടുള്ള കരിമ്പ് ജ്യൂസാണ്. മൂപ്പര് നല്ല ഉഷാറായിട്ട് അടിക്കുന്നുണ്ട്. നല്ല ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം, നല്ല ഉഷാറാണ്. ഇതിന്റെ അടിയിൽ ഭയങ്കര രസമുണ്ടായി. മൂപ്പര് നമ്മള് യൂട്യൂബൊക്കെ കണ്ട് നമ്മൾ വലിയ യൂട്യൂബറാണ് എത്തിയാണ്ട് നമ്മളെ പരസ്യം പറഞ്ഞു പോയതാ നല്ലത്. നമ്മള് വലിയ യൂട്യൂബറാണ് മൂപ്പര് ധരിച്ചു വെച്ചിരുന്നത്. ആവട്ടെ അല്ലേ? അപ്പൊ വെള്ളം കുടിച്ചു. അപ്പൊ നമ്മളെ യാത്ര തുടരാം അല്ലെ? ഓക്കെ, ഫൈനലി നമ്മളെ സുഹൃത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളെ ബെൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ ബെൻസിന്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. റീപ്ലേസ്, ആക്സിഡന്റ് ഹിസ്റ്ററി, മേജർ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെറും 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. പെരിന്തൽമണ്ണ ആർടി ഓഫീസിക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഇപ്പൊ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. ഫീച്ചേഴ്സിന്റെ കാര്യമാണ് ലക്ഷറി ബെൻസിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫീച്ചേഴ്സിന്റെ അങ്ങേ അറ്റം എല്ലാം അടങ്ങുന്ന ഒരു വാഹനമാണ്. അപ്പോ ഇതിന് പ്രത്യേകിച്ച് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇപ്പൊ കഴുകി ഇതാക്കിയിട്ടില്ല, ആ ഒരു ഇതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ആണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. സീറ്റ് കവർ ആവട്ടെ, കാര്യങ്ങളാവട്ടെ, മൊത്തം നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്വാളിറ്റി, നല്ല വൃത്തിയിൽ ആ ഒരു കണ്ടീഷനിൽ, ആ ലക്ഷറി എന്നുള്ള കണ്ടീഷനിൽ ആ ലക്ഷറി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓടിക്കാനൊക്കെ ഉള്ള കംഫർട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബെൻസ് ആണല്ലോ, ബെൻസ്. അപ്പോ ആ ഒരു ഫീല് വേറെ തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, അറിയാത്തവർക്ക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സെറ്റപ്പ് തന്നെ. ഓക്കെ, അപ്പൊ ഈ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകള് നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു അടിപൊളി താറ് കണ്ടത്. നമ്മുടെ ഒരു ഓഫ് റോഡ് കിങ് കണ്ടത്. അത് കണ്ടപ്പോ അയിമക്ക് നമുക്ക് ഒരു അട്രാക്ട് ചെയ്തു. പക്ഷെ അത് കൊടുക്കുന്നില്ല. ഓഫ് റോഡ് കിങ് ഇവിടെ കാണാണ്ട്. ചെക്കന്മാരെ സൈക്കിള് കാണുന്നുണ്ട് അല്ലേ? എന്റെ സൈക്കിളാണ്. ഇവന് നമ്മുടെ സുഹൃത്തിന്റെ മോനാണ്. അപ്പൊ ഇവനും യൂട്യൂബ് ചാനലുണ്ട് അത്ര. അപ്പൊ നമ്മളൊക്കെ ഇത് എന്നോ തുടങ്ങണ്ടായിരുന്നു. ഇപ്പൊ ഇവനും ഞാൻ ഓൾറെഡി ഇപ്പൊ യൂട്യൂബ് ചാനൽ ഇപ്പൊ തന്നെ 200 എത്ര സബ്സ്ക്രൈബർ ഉണ്ട്? മാഷാ, നമ്മക്ക് ആകെ 100 ചില്ലാനായിട്ടുള്ളൂ. അപ്പൊ എന്റെ യൂട്യൂബിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുത്താ. ഓക്കെ 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 ഓക്കെ. പോകാൻ പോണത് നമ്മളെ പെങ്ങളെ വീട്ടിലേക്കാണ്. അപ്പൊ പെങ്ങളെ വീട്ടില് പെങ്ങളെ മോൻ 6 മാസമായിട്ട് ഗൾഫിൽ പോയി. അവൻ അവിടെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വാഹനം ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആ വാഹനം കാണാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മളെ പെങ്ങളെ വീട്ടിലെത്തി. നമ്മളെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ മക്കളെ അതിൽ പോയി നാവോ. നമ്മൾ വന്ന് നോക്കുമ്പോ മക്കള് പീടിയിൽ പോയിക്കണ്. അവര് ഇനി മുട്ടായി ഇതൊക്കെ വാങ്ങിട്ട് വരട്ടെ. ഓക്കെ,
അവൻ മക്കൾ സ്പീഡിൽ പോയി വന്നിട്ടുണ്ട്. എന്താ കഴിച്ചു? ഐസ്ക്രീം. ഏത് കോണോ? ഓക്കെ. അപ്പൊ നമ്മളിനി പെങ്ങളെ മോന്റെ ആ നിധി പോലെ സൂക്ഷിച്ചു ആർക്കും കൊടുത്തിട്ടില്ല. എനിക്കും കാരണവർക്കും ആർക്കും തരൂല എന്ന് പറഞ്ഞത്. വണ്ടി ഗൾഫിക്ക് പോവാണെങ്കിൽ അവിടെ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിടുക എന്ന് പറഞ്ഞാണ്ട് കയറ്റിയിട്ട കണ്ടീഷനിൽ നമുക്കൊന്ന് കാണാം. മുകളില് കയറ്റിട്ട് കേട്ടോ വണ്ടി. മുകളില് 2ാം നിലയില് അവന്റെ ഫ്രണ്ട്സിനൊക്കെ പാടെ കൂട്ടി കയറ്റി ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വെച്ചിക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ MTന്റെ യമഹ RX 100. ഇതാരാ വണ്ടിയാ? ഇതാരാ വണ്ടിയാ? നമ്മളിതൊക്കെ ഒന്ന് എടുത്താണ്ടൊന്ന് കറക്കാനും ഒന്ന് ഓട്ടാനൊക്കെ താല്പര്യം. പക്ഷെ ചെക്കൻ തരൂല. വേറെ എന്ത് കടിയിലും കാര്യമില്ല. വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുത്തടാ വണ്ടിന്റെ. അപ്പൊ വണ്ടിന്റെ ഫുൾ വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് വർക്ക് എടുത്ത് യമഹ RX 100 ആണ്. നമ്മളെ പേരിൽ 2007 വരെ 93 മുതൽ 2007 വരെ യമഹ ഉണ്ടായിരുന്നു. പിന്നെ 2007 ശേഷം അന്ന് വിറ്റത്. അന്ന് 10,000 റുപ്യക്ക് വിറ്റതാ. ഇത് പിന്നെ ഓന് അയാൾക്ക് എടുത്തു കൊടുക്കുന്നത്, ഞാൻ തന്നെ പോയി എടുത്തു കൊടുക്കുന്നത് 60,000 റുപ്യോളം വിലയിലാണ്. പിന്നെ ഓൻ പണിയെടുക്കുന്ന പൈസ മുഴുവൻ ഇതിമേ ചെലവാക്കി അവസാനം ഗൾഫിക്ക് പറഞ്ഞയച്ചു. ഇനിയിപ്പോ ഇതിന്റെ ചെലവില്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഗൾഫിലാണ് ആള്. അൽഹംദുലില്ലാ ഉഷാറായിട്ട് പോകണ്ട്. അപ്പൊ ഇനി വന്നാ ഇതിമേ ഒന്ന് ഉഷാറായിട്ട് പോല. മോനോ ഇതാര വണ്ടിയാണ്? ആര വണ്ടിയാണ്? ഇതാര വണ്ടി പറഞ്ഞ? MT സ്റ്റോക്ക്. ഓക്കെ. ഇനി നമ്മളെ വീഡിയോ എടുക്കാൻ നിന്നാലേ നമ്മളെ ക്യാമറാമാന്റെ ബസ് മിസ്സാവും. ജ്യേഷ്ഠന്റെ 2ാമത്തെ മോനാണ് ക്യാമറാമാന്. ഓന് വയനാട് മിംസിൽ പഠിക്കുകയാണ്. അപ്പൊ 4 മണിക്കൂറിന്റെ ബസ്സാണ്. അപ്പൊ ആ ബസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. മനസ്സിലായെടുത്ത്